ഹലോ, എങ്ങോട്ടാണ് പോണെന്നായിരിക്കും. ഇന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മേൻ്റെ കയ്യിൻ്റെ എല്ല് കുറച്ച് വീണിട്ടിങ്ങനെ കുറച്ച് എല്ലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. 1 മാസമായിട്ടോ. അപ്പം അതിന്ന് അയക്കാൻ പോകുന്ന ദിവസമായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡോക്ടർക്ക് പോകുന്നു വരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോയി അപ്പം കുറച്ച് നേരം വൈകി. അമ്മ പോയപ്പോഴും ചീത്തയും എൻ്റെ പണി ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോയോ. എന്നിട്ട് പോയി പിന്നെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ ഡോക്ടർ വന്ന് ഇതഴിച്ച് ഡ്രസ്സ് ചെയ്ത് പിന്നെ എക്സ്റേ ഒക്കെ ഒന്ന് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ അതിന് കുറേ സമയം 2 മണി വരെ ഞങ്ങൾ ഹോസ്പിറ്റലുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ടൗണിൽ വന്നിട്ട് അമ്മേൻ്റെ ഫോണൊന്ന് മാറ്റണമായിരുന്നു കേട്ടോ. നോക്കാൻ വേണ്ടി മൈജിയിൽ വന്നതാണ്. അപ്പം അവർ പറഞ്ഞു അത് ഡിസ്പ്ലേ മാറ്റണം. ആദ്യത്തെ ഒരു ഫോണായിരുന്നു, ഡിസ്പ്ലേ മാറ്റണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ വന്ന് പിന്നെ ടൗണിൽ നിന്ന് ചോറുന്നാന്ന് വിചാരിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താക്കി, എനിക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ച് തന്ന്. അമ്മ ചോറും മേടിച്ചു കേട്ടോ. എന്നിട്ട് വീട്ടിലോട്ട് വന്നു. പിന്നെ ഞാൻ നേരെ ആ ഓട്ടോ തന്നെ ഇങ്ങോട്ട് വന്നോടും വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. 2:30 കഴിഞ്ഞ് കിട്ടുമ്പോൾ ഞാൻ വേഗം ചോറും കഴിച്ച്. പിന്നെ രാവിലെ സുജീകട്ടൻ ബീഫ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയത്. ഞാൻ നന്നാക്കിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ വന്ന് അതെന്താക്കി വേഗം എടുത്ത് നല്ല ബീഫായിരുന്നു. എന്നിട്ട് ഞാൻ എന്താക്കി 1 കിലോ മേടിച്ചോളൂ. ഞങ്ങൾ 2 പേരും തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താക്കി ചോറിന്നിട്ട് വെള്ളം കുടിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഉണ്ടാക്കി 1 കപ്പിൽ വെള്ളം എടുത്ത് കുടിച്ച്. അപ്പം നല്ല ചൂടായിരുന്നു വെള്ളം. തണുത്ത വെള്ളം, തിളപ്പിച്ച് വെച്ച വെള്ളം ചൂടാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ. അത് നല്ല ചൂടായിപ്പോയി ചോറുന്നുമ്പോഴത്തേക്ക്. പിന്നെ അത് പിന്നെയും തണുപ്പിക്കാൻ വെച്ച്. അങ്ങനെ പിന്നെ വേഗം ബീഫൊക്കെ നന്നായിട്ട് കഴുകിയെല്ലാം ചെയ്ത് വാരി. പിന്നെ ഞാൻ എന്താക്കി വരുമ്പോൾ സുജീഷേട്ടന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടൗണിൽ പോയാലും ഇല്ലെങ്കിലും ഇവിടുന്ന് സുജീഷൊക്കെ അവിടെ കപ്പയുണ്ടെങ്കിലും മേടിക്കും കേട്ടോ. എനിക്കത്ര വലിയ കാര്യമൊന്നുമില്ലേ. പിന്നെ പുള്ളിക്കാരന് കപ്പയുണ്ടെങ്കിൽ പിന്നെ ചോറ് വേണ്ട. അപ്പം ഞാൻ എന്താക്കി, എനിക്ക് എന്തെല്ലാം തിന്നാലും കുറച്ച് ചോറ് രാത്രി വേണം കേട്ടോ. അപ്പം ഞാൻ എന്താക്കി കുഞ്ഞു കയറ്റിൽ അരിയിട്ട് അങ്ങനെ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറ്. അതങ്ങ് വെന്തോളെന്ന് വിചാരിച്ചു. കപ്പ ഒരു സ്ഥലത്ത് ഞാൻ മേടിച്ചിട്ടോ. ഒരു സ്ഥലത്ത് മേടിക്കാൻ പോയപ്പോൾ ഫുള്ള് ചെടി കപ്പയിൽ. വേണ്ട ചേട്ടാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ കുറേ ഇങ്ങെത്തുമ്പോൾ ഒരു വണ്ടിയിൽ വിൽക്കും. അവിടെ സ്ഥിരം കപ്പയുണ്ടാവും. അവിടെ നിന്ന് മേടിക്കാൻ നോട്ട് വന്നപ്പോൾ അവിടെ അതിനേക്കാളും ചെടി പരങ്ങിയിട്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നിട്ട് അങ്ങനെ കവറിൽ മേടിച്ചുകൊണ്ടെന്ന് പിന്നെ വേഗം വന്ന് അത് നന്നായിട്ട് ഫസ്റ്റ് കപ്പ കഴുകി, ഇല്ലെങ്കിൽ ഫുള്ളും ചെളിയാവൂലേ. നന്നായിട്ട് കഴുകി എടുത്ത് അവിടെ വെച്ച്. അപ്പോഴത്തേക്കും 5 മണി 5:30 കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ എന്താക്കി വേഗം 1 ഗ്ലാസ് ചായയും പിന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. കേക്കും കൂടി തിന്ന്. കേക്കും കൂടി തിന്നത്തേക്കും കറി അടുപ്പത്ത് വെച്ചിട്ടാണ് ചായ കുടിച്ചത്. പിന്നെ കറിയായി കേട്ടോ. കറി ഞാൻ അടുപ്പിലാണ് വെച്ചത്. പിന്നെ കപ്പ ഞാൻ എന്താക്കി കുക്കറിനകത്ത് വെച്ച് കേട്ടോ. കപ്പ 2 കിലോ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് സൂന മാത്രം മതിയല്ലോ അത് വിചാരിച്ച് വേഗം കപ്പയും വേവിച്ചിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു 9:30 10 മണിയാകുമ്പോഴത്തേക്കും വരും എന്തായാലും. ഇപ്പം കപ്പയും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നോക്കുമ്പോൾ എന്താ വണ്ടി കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ 2:30 പിന്നെ എത്തുന്നത് പുലച്ചക്ക് 2:30 എത്തുന്നത് കേട്ടോ. ഞാനിതെല്ലാം വെച്ചുകൊണ്ടിരുന്നു. ഞാനും കഴിച്ചില്ല കേട്ടോ. 2:30 വന്നത്. നേരത്തെ വരുന്ന ആൾ. പിന്നെ ഒരു ലോഡ് ഫുള്ള് കൊലയല്ലേ. പിന്നെ അവിടെ എത്തണ്ടേ. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് സബ്സ്ക്രൈബ്.